നമസ്കാരം. മീഡിയ പ്ലസ് അവതരിപ്പിക്കുന്ന മായാക്കാഴ്ചകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്നത്തെ മായാക്കാഴ്ചകൾ പോകുന്നത് സുമതി വളവിലേക്കാണ്. നമുക്കറിയാം, പാലോട് നിന്ന് കല്ലറയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു വളവുണ്ട്, കൊടും വളവ്. ആ വളവിനെ സംബന്ധിച്ച് ഒത്തിരി അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിക്കുകയാണ് ഇന്നത്തെ മായാക്കാഴ്ചകൾ. എന്തായാലും ഈ സുമതി വളവിലെ മായാക്കാഴ്ചകൾ നമുക്ക് കണ്ടുവരാം. ദൃഢനിശ്ചയവും ആത്മബലവും ദീർഘവീക്ഷണവുമൊക്കെയുണ്ടെങ്കിലും സുമതി വളവിലെത്തുമ്പോൾ പട്ടാപ്പകല് പോലും യാത്രക്കാർ ഭയചകിതരാകും. യാത്രക്കാരെ ഭയപ്പെടുത്തുവാൻ അവൾ ഏത് രൂപത്തിലും വരാം. നായായും നരിയായും ശുഭ്രവസ്ത്രധാരിണിയായ സുന്ദരിയായും അവളെത്തും. ഉണ്ടായിരുന്ന എൻ്റെ കുട്ടിക്കാലത്താണ് ഈ സംഭവം നടന്നത്. രത്നാകരൻ എന്ന് പേരുള്ള ഒരാളാണ്. അയാളുടെ വീട്ടിൽ വേലയ്ക്ക് ചെയ്യുന്ന ഒരു സ്ത്രീ എന്നാണ് പറയണത്, സുമതി. അപ്പോൾ അയാളും അയാളെ മച്ചമ്പിയും കൂടെ ചേർന്ന് ഇവിടെ ഈ കാട്ടിൽ കൊണ്ടുവന്ന് കഴുത്തറുത്ത് കൊന്നു എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇത്രയും കഥ മാത്രമേ നമുക്കറിയാവൂ. ഇവിടെ വന്നാൽ ആളുകൾ ഭയങ്കര ഭയമായിരുന്നു. താരാട്ട് പാടിയതെന്നൊന്നും എനിക്കറിഞ്ഞൂടാ, പക്ഷെ അവർ ഗർഭിണിയാണെന്നറിയാം. വീട്ടു ജോലിക്ക് നിന്ന സ്ത്രീയാണ്. അപ്പോൾ ഗർഭിണിയായ സമയത്ത് ഇതിനെ ഒഴിവാക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഈ കാട്ടിൽ മച്ചമ്പിയൂടെ കൊണ്ടുവന്ന് അരുതാത്തതൊക്കെ കഴിഞ്ഞു എന്നൊക്കെയാണ് നമ്മൾ അറിഞ്ഞത്. നമ്മളെ കുട്ടിക്കാലമാണ്. അല്ലല്ല, കൊന്നിട്ടേക്കായിരുന്നു. കഴുത്തറുത്ത് കൊന്നിട്ടായിരുന്നു. നല്ല സെറ്റ് സാരിയൊക്കെ ഉടുപ്പിച്ചാണ് കൊണ്ടുവന്നിട്ടുള്ളതാണ് പറയണത്. ഒരു മച്ചമ്പിയും കൂടെ ചേർന്ന് ഇതിനെ കൊന്ന് കിടത്തിയിട്ട് പോയി. അവസാനം തള്ളയ്ക്ക് അരഞ്ഞാണം പൊട്ടിയെന്നാണ് അറിവ്. അന്ന് ഈ രത്നാകരൻ്റെ തള്ളയെ ചവിട്ടി അരഞ്ഞാണം പൊട്ടി. അപ്പോഴാണ് കേസ് വെളിച്ചെത്തുന്നത്. അന്ന് പോലീസ് ആ രീതിയിൽ ക്രൂരമായവരെ ഉപദ്രവിച്ചു. സുമതി. അതെ, ഈ പേര് കേൾക്കുമ്പോൾ തന്നെ പലരും പട്ടാപ്പകൽ പോലും ഞെട്ടിവിറയ്ക്കും. സുമതി വളവിനെ പറ്റി മൊത്തത്തിലൊരു രീതി പുറത്തൊക്കെ രീതിയിൽ ഇങ്ങനെ ഒരു വർത്തമാനം പറയുന്നുണ്ട്. എന്താണ് സത്യം? അതിന്റെ പേരിൽ ഇങ്ങനെ സാമൂഹ്യ വിരുദ്ധരങ്ങാനും അത്തരത്തിൽ അതിലെ പോകുന്നവരെ ആക്രമിക്കുക അല്ലെങ്കിൽ അവരെ പിടിച്ചു പറയുക, അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്?
ഇല്ല, ഇപ്പോഴില്ല. ഇങ്ങനെ രാത്രി കാലങ്ങളിൽ ഇങ്ങനെ ഒരു ഭീതി ഉണ്ടായിരുന്നു പണ്ട്. വഴി നടക്കാനൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുള്ളതാണോ? സുമതി തന്നെയാണോ അത്? സുമതിയാണ്. സുമതിയാണോ? 4 മണിയാകുമ്പോഴത്തേക്ക് ഇങ്ങനെ കൂടെ കയറി ഈ താഴത്തേനെ പോയി രാവിലെ എടുത്തുകൂടെയാണോ അപ്പോൾ? അങ്ങ് രാവിലെ 4 മണി. വൈകിട്ട് 4 ഈ മണിയൊക്കെ സമയത്ത് സുമതിയാണ്. ആരുടെ കൊച്ചിനെ ഉറങ്ങി പോകും. എന്തോ? കൊച്ചിനെ ഉറങ്ങി പോകും. ഓ ശരി. ഞാനൊക്കെ ഇവിടെ എന്റെ വീട് ഗർഭിണിയാണോ? ഗർഭിണിയായിരിക്കുമ്പോഴാണ് കൊന്നത്. അപ്പൊ കുഞ്ഞിനെ ലാളിക്കുന്ന താരാട്ട് പാടിക്കൊണ്ട് പോകുന്നതായിട്ടാണ് അനുഭവം പറയുന്നത്. ആൾക്കാരെന്ന് പറയുമല്ലോ പറയും വെള്ള സാരി കൊടുത്ത് ഇങ്ങനെ ബാക്കിൽ കാണുന്നുണ്ട്, പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നില്ല എന്നൊക്കെയാണ് പറയണത്. അന്ന് പണ്ടുള്ളവരൊക്കെ പറയണതായിട്ട് കേട്ട അറിവാണ്. ഞങ്ങളന്ന് അങ്ങ് നഗരൂരുള്ളവരാണ് ഇവര്. ഈ സുമതി നഗരൂരാണ്. അവർ അനിയത്തിയുണ്ട് ഇപ്പോഴും. ഇത് നടന്നിട്ട് എത്ര വർഷമൊക്കെ ആകുമ്പോൾ നോക്കട്ടെ. ചേച്ചിക്ക് ഇത് പിന്നെ ഇവിടെ വന്ന് എൻ്റെ അമ്മമ്മയൊക്കെ പറയാനായിട്ടുള്ളതാണ്. അമ്മയുടെ നാട്ടിലുള്ളതാണ്. അങ്ങനെ എനിക്കും അറിയാവും. എങ്കിലും ഈ പിന്നെ സുമതി ഇപ്പം തന്നെ ഒരു മാമൻ പറഞ്ഞത് പകല് 4 മണിക്ക് ഇങ്ങനെ കുഞ്ഞിനെ താരാട്ട് പാടി ഉറക്കിക്കൊണ്ട് പോകുന്നു എന്നുള്ളത്. അതൊക്കെ അന്ന് ഇങ്ങനെ ഈ പാട്ട് പുസ്തകമൊക്കെ അടിച്ചിറക്കി ആൾക്കാരെ ജീവിക്കാൻ വേണ്ടിയൊക്കെ പണ്ട് ചന്ത മാർക്കറ്റിലൊക്കെ പാട്ട് പുസ്തകം. ഞാൻ സുമതി ഉണ്ട് ഗർഭിണിയില്ലായിരുന്ന അവർ. അപ്പോൾ അതിൻ്റെ അവരൊക്കെ ഒന്നും ആവാത്ത പ്രായത്തിലൊക്കെ അതുകൊണ്ട് ഇങ്ങനെ ആ സമയങ്ങളിലൊക്കെ ഇങ്ങനെ കേൾക്കണുണ്ടെന്നൊക്കെ അവിടെയൊക്കെ അന്നത്തെ ഇവിടെ ആ സ്ഥലത്തൊക്കെ താമസിക്കുന്നവർ പറഞ്ഞ് ഇങ്ങനെ കേൾക്കണുണ്ടെന്നൊക്കെ പറഞ്ഞത്. ഉള്ളതാ ഇല്ലെന്ന് അറിഞ്ഞൂടാ. അവരും അതാണ്. പക്ഷെ ബസ്സിലേക്ക് ഇരുന്നേ ബസ് ഇറക്കാന്ന് പറയുന്നു. ഫ്രണ്ടിൽ ആരോ നിൽക്കും പോലെ വെള്ള സാരിയൊക്കെ കൊടുത്തേ നിൽക്കണം. അപ്പോൾ അവർ പിന്നെ ബസ് കഴിഞ്ഞാലും ആളവിടെ നിന്ന് മാറണില്ലല്ലോ. പിന്നെ ബാക്കി നോക്കുമ്പോൾ ബാക്കിൽ ഇങ്ങനെ ഒരു ഇതുപോലെയൊക്കെ ഒരു കാണണം എന്നൊക്കെ അവർ അന്നൊക്കെ പറയുമായിരുന്നു. ബസിന്റെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഇങ്ങനെ മാറുന്നില്ല അങ്ങനെ നിൽക്കുന്നു. ഉള്ള സാരി അവർ കണ്ടത്. ബസ് ഡ്രൈവർമാരൊക്കെയാണ് വന്ന് പറയുന്നത്. അന്നൊക്കെ ഉള്ളവരൊക്കെ പറയുമായിരുന്നു. അമ്മയൊക്കെ ഇങ്ങനെ പറയണം. അമ്മ എനിക്ക് തന്നെ ഇപ്പം 52 വയസ്സായി. അന്നൊക്കെ അതിനൊക്കെ എത്ര 65 വർഷമാവൂലേ? ഇത്ര വർഷവും സുമതി വന്നിട്ട്. അവർ അനിയത്തിക്കുമ്പോൾ നല്ല പ്രായമുണ്ടെന്നൊക്കെ TV കാണിച്ച്. അനിയത്തി ഇവിടെ ഉണ്ട്. അനിയത്തി എവിടെയാണ്? നാഗരൂര്. തിരുവനന്തപുരം ജില്ലയിലെ മലയോര ഗ്രാമമായ കല്ലറ പാലോട് റൂട്ടിലാണ് മൈലമൂട്. ഇവിടെ നിന്ന് 500 മീറ്റർ മാറിയാണ് സുമതി വളവ്. ഇവിടെ എത്തുമ്പോൾ ഓരോരുത്തരുടെയും നെഞ്ചിടിപ്പ് വർദ്ധിക്കും. പലരും പലപ്പോഴും സുമതി എന്ന യക്ഷിയെ കണ്ടിട്ടുണ്ട്. ഭയന്നോടിയിട്ട് പുറത്തു പറയാത്തവരുമുണ്ട്. പ്രേതമില്ലെന്ന് പറഞ്ഞൊഴിയുന്നവരും പറയുന്ന പേരാണ് സുമതി വളവ്. കൊന്നു, ഈ സുമതിയെ കൊണ്ട് കൊന്നു എന്ന് പറയുന്ന കുടുംബം ഇവിടെ താമസിക്കുന്നവരാണ്. അയ്യോ അതുമല്ല, അതൊക്കെ അവരവിടെ ഉണ്ട്. അവരുടെ വീട്ടിലും പുറം പണിക്കാരിയായിരുന്നു. ഈ കൊന്ന ആളിൻ്റെ വീട്ടിൽ ആ പണിക്കാരിയായി പുറം പണിക്ക് പോയവരായിരുന്നു അവർ.
ഈ രത്നാകരൻ എന്ന് പറഞ്ഞ ആളാണ് ഇവരെ കൊല്ലണ. ഈ രത്നാകരൻ എന്ന് പറയുന്ന ആൾ കൊണ്ടുവന്ന് അങ്ങേര് പിന്നെ അയാൾ അമ്മ പറഞ്ഞാണ് ഇങ്ങേര് കൊണ്ടുവന്ന് കൊല്ലണേന്നാണ് പറഞ്ഞത്. അവരാ വീട്ടിൽ അടുത്താണ്, അവർ പണിക്ക് ആ വീട്ടിൽ പോണവരായിരുന്നു. ഓ അങ്ങനെയാണ്. രത്നാകരൻ ജയിലിൽ നിന്ന് ഇറങ്ങി ഇപ്പം മരിച്ചിട്ട് 3-4-5 വർഷമാകുന്നു, 5-6 വർഷമാവും എളുപ്പം മരിച്ച്. രത്നാകരൻ മരിച്ചു, ഈ കൊന്നു എന്ന് പറയുന്ന വ്യക്തി. അങ്ങേര് മരിച്ച് കുറേ ആളെ ആയുള്ളൂ, കുറേ വർഷമായി. എത്ര വലിയ വർഷമൊന്നും ആയില്ല. ജയിലിലൊക്കെ കിടന്നിട്ടൊക്കെ വന്ന് മരിച്ച്. അടക്കിയ സ്ഥലം അവിടെ തന്നെ, റോഡ് അരുവ തന്നെ അവർ അടക്കിയിരിക്കണം. ആ റോഡിൻ്റെ അരുവ തന്നെ അവരെ മറവ് ചെയ്തത് അവിടെ തന്നെ. ആരാണ് ഇവിടുത്തെ നാട്ടുകാരെ കണ്ടതെന്ന് പറയുന്നത് ഈ മരത്തിൻ്റെ മണ്ടയിൽ ഈ പണ്ട് പൊടിയെട്ടിയിരിക്കും ആൾക്കാരെ. അങ്ങനെ പണ്ട് അവിടെയുള്ള ആൾക്കാർ പറഞ്ഞാണ് രണ്ടുപേരും അതിൻ്റെ മണ്ടയിലിരുന്നപ്പോഴാണ് ഈ സംഭവം കാണണേന്ന്. അവരൊന്നും പറയില്ലെന്ന്, അന്നത്തെ കാലമില്ലേ. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പം രണ്ടാമത്തെ വളവിൻ്റെ അകത്തൂടെയാണ് കയറണേന്ന്. കയറി അങ്ങ് പോയി ചെന്ന് ഇവരെ കൊണ്ടുവന്ന് അറുത്തപ്പോഴും റോഡ് അരുവയായിപ്പോയി. ഒരുപാട് അവർ നടന്ന് ഇതിലെ വനത്തിൽ കൂടെ നടന്നപ്പോൾ ഇവരൊന്ന് ഉൾമാനമാണെന്ന് വിചാരിച്ച്. അപ്പോഴേ നോക്കിയപ്പോഴത്തേക്ക് അന്ന് 1-2 ബസ്സുകളല്ലേ ഉള്ളൂ. വളവായതുകൊണ്ട് വളവിൽ കൂടെ അകത്ത് കയറിയിട്ട് നടന്നങ്ങ് പോയി അവർ കൂന്നി ഭയങ്കര ഉൾവനമായെന്ന്. ഇപ്പോഴേ ചെന്ന് കയറിയത് റോഡിൻ്റെ അരുവ. അതാണ് ലാസ്റ്റ് വളവ്. അവിടെ നിന്നുള്ള ആദ്യത്തെ വളവിൻ്റെ അവിടെയാണ്. ഞാനൊരിക്കൽ എൻ്റെ പെണ്ണുമ്പിള്ള ഈ ആറ്റിൽ കുളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഗർഭിണിയായിരുന്നു. അങ്ങനെ പ്രശ്നമുണ്ടായി. ഞാൻ പോയി അന്വേഷിച്ചപ്പോഴത്തേക്ക് അവരുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു. അത് ഈ മരിച്ച ഈ പെണ്ണുമ്പിള്ളി എൻ്റെ പെണ്ണുമ്പിള്ളേരെ ഗർഭിണി പെണ്ണുങ്ങളെയാണല്ലോ കൂടുതൽ ആഗ്രഹിക്കുന്നത്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാനൊരു പരിപാടി കണ്ടുപിടിച്ച് ഞാൻ അമ്പലത്തിൽ ചെന്ന്, കോട്ടപ്പൻകാവിൽ ചെന്ന്, ഇവിടെ ഒരു അമ്പലം ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ ചെന്ന് എൻ്റെ കാര്യമെല്ലാം മൊത്തം ഞാൻ പറഞ്ഞപ്പോൾ അവർ ഒരു വിലക്കെഴുതി എൻ്റെ പെണ്ണുപിള്ളേക്ക് കൊടുത്തു. അതല്ല അതിൽ കൂടുതലൊന്നും എനിക്കൊന്നും അറിയില്ല. തിരുവനന്തപുരം ജില്ലയിലെ മലയോര പ്രദേശമായ ഊന്നൻപാറ എന്ന കുഗ്രാമത്തിലായിരുന്നു സുമതിയുടെ ജനനം. മാതാവ് രോഗിയായതോടെ കല്ലറയിലെ ഒരു പ്രസിദ്ധമായ തറവാട്ടിൽ വീട്ടുജോലി ഏറ്റെടുത്തു. വീട്ടിലെ കാരണവരുടെ ഇളയ പുത്രനായ രത്നാകരനുമായി സുന്ദരിയായ സുമതി പ്രണയത്തിലാകുന്നു. രത്നാകരൻ്റെ പ്രണയകാപഠ്യം തിരിച്ചറിയാതെ അവളും അയാളെ അഗാധമായി സ്നേഹിച്ചു. ഒടുവിൽ അവൾ ഗർഭിണിയായി. പാങ്ങോട് മധുരക്ഷേത്രത്തിലെ ഉത്സവം കാണാനെന്ന വ്യാജേന രത്നാകരൻ്റെ കാറിൽ സുമതിയെ കയറ്റി മൈലമൂടിന് സമീപം കാട്ടിലെത്തിച്ച് കഴുത്തെറുത്ത് കൊല്ലുകയായിരുന്നു. ഇങ്ങനൊരു കൊടും ക്രൂരത സുമതി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവുമായിരുന്നില്ല. സുമതിയെ കൊന്നവരെ ജീവപര്യന്തം ശിക്ഷിച്ചുവെങ്കിലും കൊല്ലപ്പെട്ട അവളുടെ ആത്മാവ് ഈ വളവിലെത്തുന്നവരെ പേടിപ്പെടുത്താറുണ്ട് എന്നാണ് ഇപ്പോഴും പലരും പറയുന്നത്. നല്ലവളായിരുന്നു, പക്ഷെ അത് അങ്ങനെ പറ്റിയതായിരുന്നു. അവർക്ക് ഒരു നല്ലവരാണെന്നാണ് അറിയപ്പെടുന്നത്. നല്ല കുടുംബത്തിൽ നല്ലൊരു പെണ്ണുപിള്ള, നല്ല സുന്ദരി, ശരിക്കും മുടിയൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ജീവിക്കാൻ വേണ്ടി ഒരിടത്ത് പണിക്ക് പോയത് അവരെ ബന്ധുവാണോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. ആ വീട്ടിൽ അവർ പണിക്ക് വേണം. അവ ഈ പയ്യൻ്റെ അമ്മയാണ്. അയാൾ നല്ല മനുഷ്യൻ തന്നെയായിരുന്നു, പക്ഷെ അമ്മയാണ് പറഞ്ഞത്. അമ്മയെ പോലീസ് ഉപദ്രവിച്ച അന്നത്തെ അതിൽ ഉപദ്രവിച്ചാണ്. അതുകൊണ്ട് ഞാൻ ഒരു സുഖമില്ലാതെയൊക്കെ മരിക്കണേ.
തെളിവ് തന്നെ എന്ന് വെച്ചാൽ സുമതിയെ പറ്റി ആർക്കും ഒന്നും പറയാനില്ല. സുമതി നല്ല പെൺപിള്ളേരുന്നു എന്നാണ് പറയുന്നത്. നല്ലവരാണ് അവർ. ചാട്ടത്തി തന്നെ പറഞ്ഞിട്ട് അവർ സങ്കടത്തിലാണ് പറയുന്നത്. അത്ര നല്ലതാണ്. അങ്ങനെ ആരുടെയും കൂടുതൽ സംസാരിക്കില്ല. നല്ലതായിട്ടാണ്. പക്ഷേ ഞാൻ പറ്റിപ്പോയി എന്നുള്ളതേ ഉള്ളൂ. കുട്ടിക്കാലത്ത് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇതിലൂടെ വഴിയാത്ര പോകില്ല, രാത്രി കാലങ്ങളിൽ സുമതി ശല്യം ചെയ്യുന്നൊക്കെ ഒരു ന്യൂസ് നമ്മൾ കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ട്. നമ്മളും പേടിച്ചിട്ടുണ്ട്. പുറത്തിറങ്ങാനൊക്കെ നമ്മളും കുട്ടിക്കാലത്ത് പേടിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തരത്തിലുള്ള പേടിയൊന്നുമില്ല. ഇപ്പം അതിനുള്ള പേടിയൊന്നുമില്ല. ലോകത്ത് എത്ര എണ്ണം മരിച്ചിരിക്കണം, പിന്നെ നമ്മളെന്തിനും പേടിക്കണം. സുമതി വളവ് അന്നും ഇന്നും ഭീകരത നിലനിൽക്കുന്ന ഒരിടമാണ്. അപ്പോഴും സുമതിയുടെ പേരിൽ പല സാമൂഹ്യ വിരുദ്ധരും ഭീകരത സൃഷ്ടിച്ച് ചൂഷണം ചെയ്യാറുണ്ട് എന്ന കാര്യത്തിൽ സംശയത്തിനിട നൽകുന്ന ഒന്നല്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഇപ്പോഴൊന്നുമില്ല, ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ആൾക്കാർ പാലോട്ടൊന്നും ഇവിടം വരെ നടന്നൊരു പണ്ട് നടക്കൂല. പിന്നെ ഇതിൻ്റെ പേരിൽ കുറേ പിടിച്ചോറിയും, സുമതിയുടെ പേരിലേ കുറേ പിടിച്ചോറിയും മറ്റു സംഭവങ്ങളൊക്കെ അവിടെ ആൾക്കാരെ അരങ്ങേറിയിട്ടുണ്ട്. ഇപ്പോൾ അത്തരത്തിലുള്ള പിടിച്ചോറിയും കാര്യങ്ങളൊന്നും ഒന്നുമില്ല, ഒരു പ്രശ്നവുമില്ല. ആൾക്ക് ധൈര്യമായിട്ട് നടന്നു പോകാം. പിന്നെ ഈ സുമതി വളവെന്നു പറഞ്ഞാൽ ഇപ്പോൾ എല്ലായിടത്തും അങ്ങ് പ്രചരിച്ച് ആ ഒരു പേടി ഇപ്പോഴും ഉണ്ട്. ആൾക്കാർക്കുണ്ട്. എന്നാലും ഇപ്പോഴങ്ങനെയൊന്നുമില്ല. ഞങ്ങളൊക്കെ വെളുപ്പിനൊക്കെ അവിടെ നടക്കാനൊക്കെ അങ്ങോട്ട് അതും കഴിഞ്ഞ് അങ്ങ് പോണത്. അവിടെ പറയേ പ്രശ്നമില്ല, ഇപ്പോൾ ഒന്നുമില്ല. അങ്ങനെ സുമതി വളവ്, ആ സുമതി വളവിലെ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിച്ചിരുന്ന ഇത്തരത്തിലുള്ള ഒരു ഭീതി നിറഞ്ഞ വാർത്തകളാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ സുമതി വളവിലെ മായാക്കാഴ്ചകളിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും ആ സുമതി സംഭവം എന്ന് പറയുന്നത്, അഥവാ സുമതി കൊലക്കേസ് എന്ന് പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണെങ്കിൽ തന്നെയും അതിൻ്റെ പേരിൽ ഒത്തിരി ആളുകൾ അതിനെ മുതലാക്കിയിരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും അതിൻ്റെ മറവിൽ പലതരത്തിലുള്ള പിടിച്ചുപറി ഉൾപ്പെടെയുള്ളവ നടക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. സുമതി വളവ് എന്ന് പറയുന്ന വളവ് ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഒരു ഭീതിയായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത. എങ്കിലും ഇതിലൊന്നും തന്നെ യാതൊരു വസ്തുതയുമില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. അങ്ങനെയുള്ള മായാക്കാഴ്ച പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുന്നതിനാണ് ഇത്തവണ ഞങ്ങൾ ശ്രമിച്ചത്. ഈ സുമതി വളവിലെ മായാക്കാഴ്ചകൾ പ്രേക്ഷകർക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതിലും മനോഹരമായിട്ടുള്ള കാഴ്ചകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.